കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് അനിയുടെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ടെന്നുള്ള സത്യം നയനെ തിരിച്ചറിവാണ്. അത് ആരാന്ന് മാത്രം അറിഞ്ഞിട്ടില്ല. അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അനാമികയായിട്ടുള്ള വിവാഹത്തിന്. അപ്പൊ എന്താ കാണാന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് ഇത് അറിയാൻ തോന്നേ. അമ്മ തന്നോട് ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. എന്താണെന്നറിയത്തില്ല. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. അങ്ങനെ നയന ആ ഉറച്ച തീരുമാനത്തിലെത്തുവാണ്. പിന്നീട് നയന അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് നവ്യ ഇങ്ങോട്ട് വരുന്നേ. നവ്യ കിടപ്പ് നയനോട് എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ നിക്ക്? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്ന് പറയാം. അല്ല, ഞാൻ അനിയെക്കുറിച്ച് ഓർക്കുക. അല്ല, അനിയക്ക് എന്തു പറ്റി? അവൻ ഈ വിവാഹത്തിന് സമ്മതം ഇല്ലാന്ന് തോന്നി ചേച്ചി. അവന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്ന് പറയാം. ഇതെനിക്ക് മുമ്പേ തോന്നിയ കാര്യ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരും എന്തേലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെ മനസ്സിൽ ഏതൊരു പെൺകുട്ടി ഉണ്ടേ പോലും ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ അവ തുറന്നു പറയണം, അല്ലെങ്കിൽ അനാമയായിട്ടുള്ള കല്യാണത്തിന് അവൻ സമ്മതിക്കണമെന്ന് പറയാം. അല്ല, അവൻ സമ്മതിച്ചല്ലോ, അവൻ സമ്മതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ എന്തോ ഇപ്പോഴും ഉള്ളുവലിഞ്ഞ് നിൽക്കുവാണ്. ആ അനാമിക വന്നിട്ട് അമ്മയോട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ അവൻ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഉറപ്പാ, അവന്റെ മനസ്സിൽ ആരോ കാര്യമായിട്ട് കയറി കൂടിയിട്ടുണ്ട്. മിക്കവാറും അവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ബന്ധം മിക്കവാറും ഒലയാനിട്ടുള്ളത് കാരണമായി തീരും. ഒരു പെണ്ണിനെ മനസ്സിലിട്ടോണ്ട് എങ്ങനെ അവൻ അനാമികനെ സ്നേഹിക്കുന്നേ? ഒരു കാര്യം ചെയ്യുന്നതിനാ, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അനുസരിക്കും. നീ പോയി മുത്തശ്ശനോടൊന്ന് പറഞ്ഞു നോക്ക്. ഒരു പക്ഷേങ്കില് ഇപ്പൊ ഈ കല്യാണം വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടിവെക്കാൻ എന്തെങ്കിലും പറഞ്ഞു നോക്കാൻ പറയാം. അത് ശരിയാ, പക്ഷെ മുത്തശ്ശൻ സമ്മതിക്കോ? മുത്തശ്ശൻ വാക്ക് കൊടുത്തില്ലെന്ന് ചോദിക്കാം. നീ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ മുത്തശ്ശൻ അനുസരിക്കുമായിരിക്കും. ഒന്ന് പറഞ്ഞു നോക്ക്. ഒരു പക്ഷെ അനിയെ ഈ സമയത്ത് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ, അവന് ഈ വിവാഹബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ? അത് മാത്രല്ല, എനിക്ക് എന്തോ ആ അനാമികനെ അത്രയ്ക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലുണ്ടെന്ന് തോന്നേ. അവളെങ്ങാനും ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഇവിടെ എല്ലാവരും തലയെ വെച്ചുകൊണ്ട് നടക്കും. പ്രത്യേകിച്ച് നിന്റെ അമ്മായിമ്മ. ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. അനിയുടെ മനസ്സ്, അതാണ് പ്രധാനം. അവന് ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം തകർന്നു പോയില്ലേ? അത് നമ്മുടെ കൺമുന്നില്, അതെനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവൻ എന്റെ അനിയനല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. പിന്നീട് നയന രണ്ടും കൽപ്പിച്ച് നേരെ ആദർശിന്റെ അരിയിലേക്ക് ആദ്യം ചെല്ലുന്നേ. ആദർശനോടൊന്ന് പറഞ്ഞു നോക്കുക അതിനെക്കുറിച്ച്. അനിയുടെ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്ന്. ഒരുപക്ഷെ ആദർശന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ആദർശ് ചോദിച്ചു, എന്താ നിനക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നല്ലോ? അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയുമ്പം എന്നെ ചീത്ത പറയലെന്ന് പറയാം. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, എന്തോ തരികടയാണ്, എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. എന്തേലും വഴക്ക് കിട്ടുന്ന കാര്യമായിരിക്കും. അല്ല, നീയല്ലേ പറയാൻ പോന്നേ? അത് ആദർശേട്ടാ, ഞാൻ കാര്യം എന്താന്ന് പറ. എനിക്ക് പറയാനുള്ള അനിയെക്കുറിച്ചാ. അനിയെക്കുറിച്ചോ? അവനെക്കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളേ? അവൻ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് തോന്നേ. എന്തോ ഒരു താല്പര്യക്കുറവുള്ള ഉള്ള പോലെ തോന്നുന്നു പറയണം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതല്ല ആദർശേട്ടാ, നമ്മൾ അങ്ങനെയാണെങ്കിൽ അനിയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയി തീരൂലേ? ഇതേനെ ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ ഇടപെടാൻ പോണ്ടെന്ന്. വെറുതെ എന്തിനാ? അവന് അവൻ്റെതായ ജീവിതമുണ്ട്. അവന്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അവൻ പറയുന്നേ. അവന്റെ മനസ്സിൽ ഇപ്പൊ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടേ പോലും കല്യാണം കഴിയുന്നോടെ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാം. ഇല്ല ആദർശേട്ടാ, അവന്റെ മുഖഭാവം അവന്റെ സംസാരം കേട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല. അവൻ ആത്മാർത്ഥമായിട്ട് ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ മുത്തശ്ശനോട് പറയുവാണെങ്കിൽ മുത്തശ്ശൻ ചിലപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട ആദർശ് പറഞ്ഞു, നീ എന്നാ മണ്ടത്തെ പറയണേ? മുത്തശ്ശൻ വാക്ക് കൊടുത്താൽ നിനക്ക് അറിയാൻ മേലെ. ഇനിയിപ്പം മുത്തശ്ശൻ വാക്ക് മാറ്റാൻ പോകുന്നുണ്ടോ? അല്ല ആദർശേട്ടാ, ആദർശനൊന്ന് പറഞ്ഞു നോക്കുവാണെങ്കിൽ. ഞാൻ പറയാൻ പോത്തുന്നില്ല, എനിക്ക് പറ്റില്ല. അല്ലെങ്കിലും അനി ഇപ്പൊ എന്തിനാ അനാമികനെ വിവാഹം കഴിക്കണ്ടെന്ന് പറയണേ? അവന്റെ മനസ്സിൽ ഏത് പെണ്ണോടെ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. എല്ലാരും കൂടെ ആലോചിച്ചുറപ്പിച്ച് ബന്ധം അത്. അത് മാത്രമല്ല, അവന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടല്ലേ, അവനുമായിട്ട് പ്രണയത്തിലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാഹം ഉറപ്പിച്ചെന്നെ. പിന്നെ ഈ ഒരു സമയത്ത് എല്ലാം കല്യാണം എല്ലാം വിളിച്ച് ഇത്ര ആയി കഴിഞ്ഞിട്ട് പിന്നെ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ തന്നെ ഇത് മുമ്പ് 2 വിവാഹവും നടന്നു. അതെങ്ങനെയായി നിനക്കറിയാലോ. ഇനിയിപ്പോ ഈ വിവാഹം ഇതെങ്കിലും നല്ല രീതിയിൽ തന്നെ നടക്കണം. ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വല്ല. അത് മാത്രമല്ല, മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാൻ വേണ്ട. അവിടെ ചെന്ന് വെറുതെ നീ ചീത്ത കേൾക്കോളെന്ന് പറയാം. പക്ഷെ എന്തോ നയനയ്ക്ക് അതത്ര ദേച്ചില്ല. നയന എന്ത് ചെയ്യുവാണ്? ഇനിയിപ്പോൾ ആദർശാണ് ഇങ്ങനെ പറഞ്ഞാലും കൊള്ളാം, മുത്തശ്ശനോടൊന്ന് പോയി പറഞ്ഞു നോക്കാം. ഒരു പക്ഷേങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് തനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലോ, അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടിയാണ്
നേരെ മൂർത്തി മുത്തശ്ശനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നേ. അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയെക്കുറിച്ചുള്ള സംസാരം വന്നു. അങ്ങനെ നയനെ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം മുത്തശ്ശനോട്. അത് മുത്തശ്ശ, എനിക്കെന്തോ ഇപ്പൊ ഈ വിവാഹം വേണ്ടെന്നാ തോന്നേ. അവൻ എന്തോ എന്തോ ഒരു താല്പര്യക്കുറവ് ഉള്ള പോലെ തോന്നുന്നു. ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? നിന്നോട് അവൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? അല്ല, അവൻ പലവട്ടം ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു ഇപ്പൊ അവൻ ഈ വിവാഹം വേണ്ടെന്നൊക്കെ. അത് മോളെ, ഈ വിവാഹം അടുക്കും തോറും അവനുള്ള ഒരു ടെൻഷൻ കൊണ്ട് പറയുന്ന, അതൊന്നും മോള് മൈൻഡ് ആക്കണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ശരിയായിക്കോളെന്ന് പറയാം. മുത്തശ്ശിയും പറഞ്ഞ ശരിയാണ്, അവന് ഇച്ചിരി കുട്ടിത്തരം കൂടുന്നുണ്ട്, അവന്റെ കുട്ടിക്കളി ഇതിലായിട്ട് മാറിയിട്ടില്ലെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞ ശരിയാ, അവന്റെ കുട്ടിക്കളിയെ മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കേ, ആദർശമോന് കുറെ കമ്പനികൾ അവന് ഏൽപ്പിക്കാണ്ടിരിക്കുക. അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറണമെങ്കിലേ, അല്ലെങ്കിൽ ചുമ്മാ അവൻ ഈ കവിതയെന്നും പറഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്വം ഇങ്ങനെ ഇല്ലാതെ പോകത്തുള്ളൂ. അവന് ഇനിയിപ്പൊ നേർവഴിക്ക് നടത്തണമെങ്കിൽ അവന് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയാം. പെട്ടെന്ന് നായന പറഞ്ഞു, അല്ല മുത്തശ്ശ, അവൻ താല്പര്യം ഇല്ലെങ്കിൽ, അതെ നായനമോളെ, നമ്മളിങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പം അവന്റെ വിവാഹം ഉറപ്പിച്ച കാര്യമാണ്. ഇതേ കുറെ ആൾക്കാരെ വിളിച്ചും കഴിഞ്ഞു, ഇനിയിപ്പോ കുറച്ച് ആൾക്കാരെയും കൂടെ വിളിക്കാനുള്ളൂ. പിന്നെ ഈ കൃത്യസമയത്ത് ഇനിയിപ്പോ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, അവന്റെ വിവാഹത്തിന് വേണ്ടി വാക്ക് കൊടുത്ത ഞാൻ അനാമികയുടെ അച്ഛന്. അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അനന്തമൂർത്തി ആ വാക്ക് മാറ്റണമെങ്കിൽ ഞാൻ ഇനി മരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. നയന ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, നയനമോളുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഉള്ള പോലെ തോന്നുന്നു. ഒരു പക്ഷേ അനിമോൻ വല്ലതും പറഞ്ഞു കാണുമോ അവളോട്? അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം നയനമോൾ നമ്മളോട് പറയണ്ടല്ലേ? അല്ല, ഇനിയിപ്പം അവന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി കാരണം അവൻ പ്രണയിച്ചല്ലേ അവളെ, അനാമികനെ, പിന്നെന്തുകൊണ്ടാ? പക്ഷെ മുത്തശ്ശിക്ക് എന്തോ മനസ്സ് വല്ലാത്തൊരു സംശയങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നയനം മുറിയിൽ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഇതെന്തു പറ്റി? നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതും കൂടെ ഇല്ല. ഒരു പക്ഷേങ്കിൽ നന്ദുവിനോട് പോയി ചോദിച്ചു നോക്കി അറിയാം. ഇനിയിപ്പോൾ അനിയുടെ മനസ്സിൽ ആരാന്നുള്ള കാര്യം എന്താണല്ലോ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്ന് വീട്ടിൽ പോയി നന്ദുവിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നുവാണ്. അങ്ങനെ കനിയോട് പറഞ്ഞു, അമ്മ ഞാനൊന്ന് പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. വീട്ടിലേക്കാന്നും പറഞ്ഞിട്ട് പോയില്ല. അമ്മയ്ക്ക് സംശയം തോന്നിയാലേ ഇപ്പൊ എന്തിനാ പോണേ 100 കൂടെ ചോദ്യങ്ങളൊക്കെ വരും. അത് വേണ്ട. അങ്ങനെ നേരെ നയനെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്നപ്പം ഗോവിന്ദ് നയനെ കണ്ടിച്ചു. എന്താ മോളെ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഗോവിന്ദ് ടെൻഷനായി. ഇനിയിപ്പോ ആദർശമായിട്ട് പല വഴക്കിട്ടോ അങ്ങനെ മറ്റോ വന്നാണോന്നേ. ഒന്നുമില്ല അച്ഛാ, ഞാൻ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയണ. നന്ദുവിനെ കാണാൻ അതെന്താ ഇപ്പം? അല്ല, നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്ക് അവളോട് ഒന്നിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, ചോദിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അല്ല മോളെ, അവള് മുറിയിലുണ്ടെന്ന് പറയാം. എന്ത് പറ്റി വെച്ചാൽ അവള് മുറിയില്? അവള് മുറിയിലോ? അവളെ ഞാൻ മുറിക്കകത്ത് പോയിട്ട് പൂട്ടിയേക്കോ എന്ന് പറയണ. പൂട്ടിയേക്കോ? ഇതെന്ത് വർത്താനം അച്ചാച്ചേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. അത് മോളെ, അവള് പുറത്തിറങ്ങിയിട്ടുണ്ടെ ശരിയാകത്തില്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അവള് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ അവള് പലരെയും കാണാൻ പോളൂ. അങ്ങനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കോ ചീത്തപ്പേരുണ്ടാക്കുമെന്ന് പറയാം. ഇത് കേട്ട നയന ചോദിച്ചു, അല്ല അച്ഛാ സത്യം പറ, അവൾ ആരെ കാണാൻ പോന്നേ? ആരെ കാണാൻ പോയാലേ ചീത്തപ്പേരുണ്ടാകുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാം. പെട്ടെന്നാണ് ഗോവിന്ദന് അബദ്ധം മനസ്സിലായത്. വായിന്ന് വീഴുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് പറയും ഇവളോട്? എന്ത് കള്ളത്തരം പറയും? ആരെ കാണാൻ പോകുന്ന കാര്യമാ. ഒരു പക്ഷേങ്കില് ഇവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ തന്റെ വായിന്നത് വീഴുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവള് ചോദിക്കും. ഇവളുടെ അടുത്ത് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഗോവിന്ദന് മനസ്സിലായി. സത്യങ്ങളൊക്കെ നയനെങ്കിലും അറിഞ്ഞിരിക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മൂടി വെക്കുന്നേ? നയനെ അറിയുവാണെങ്കിൽ നയനയ്ക്കൊരു പക്ഷേങ്കിൽ തന്നെ സഹായിക്കാണ്ട് സാധിക്കുമെന്ന് ഗോവിന്ദന് തോന്നുവാണ്. അങ്ങനെ നയനയോട് ആ സത്യങ്ങളൊക്കെ ഗോവിന്ദൻ പറയാൻ തുടങ്ങുവാണ് ഗോവിന്ദൻ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പൊ നയനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. നയന ഇനി വന്ന് നന്ദുവിനോട് ചോദിക്കും, പിന്നെ അനിയോട് ചോദിക്കും. അത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആക്കും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.